സിനിമയുടെ തുടക്കത്തിൽ സിനിമയിലെ നായകനായ ക്രിസ്വോണിനെയാണ് കാണിക്കുന്നത്. അയാൾ വളരെ വേഗത്തിൽ കാർ ഓടിച്ചു പോകുമ്പോൾ വഴിയിലൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുകയും ക്രിസ്വോൺ കാറിൽ നിന്നും ഇറങ്ങി തന്റെ കാറിന്റെ തൊട്ടടുത്തുള്ള ട്രക്ക് ഡ്രൈവറോട് ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാനുള്ള കാരണം എന്തെന്ന് അന്വേഷിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ദാ കാണുന്ന വഴിയിലൂടെ പോയാൽ ഒരു ട്രാഫിക് ബ്ലോക്കും ഇല്ലാതെ പോവാമെന്ന് ട്രക്ക് ഡ്രൈവർ മറുപടി പറയുന്നു. ട്രക്ക് ഡ്രൈവർ പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ക്രിസ്വോൺ അയാൾ പറഞ്ഞ വഴിയിലൂടെ യാത്ര തുടങ്ങുകയും ചെയ്തു. ക്രിസ്വോൺ പോകുന്ന വഴിയിൽ ഒരു പെട്രോൾ പമ്പ് കാണുകയും അയാൾ വണ്ടി നിർത്തി ആ പെട്രോൾ പമ്പിലേക്ക് തിരിയുകയും ചെയ്തു. ിലെ ജീവനക്കാരോട് ഞാൻ ഈ വഴിയെ പോയാൽ എവിടേക്ക് എത്തുമെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുകയും എന്നാൽ എനിക്ക് ഈ വഴിയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നും നിങ്ങളാൽ ഭിത്തിയിലൊട്ടിച്ചിരിക്കുന്ന മാപ്പ് നോക്കി പൊക്കോളൂ എന്നും പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ മറുപടി പറയുകയും ചെയ്തു. ക്രിസ്വോൺ ആ ഭിത്തിയിലൊട്ടിച്ചിരിക്കുന്ന മാപ്പ് നോക്കി യാത്ര തുടങ്ങുകയും ചെയ്തു. ക്രിസ്വോൺ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഡ്രൈവിംഗിൽ നിന്നും ശ്രദ്ധ തിരിഞ്ഞ് മറ്റു കാര്യങ്ങളിലേക്ക് തിരിയുകയും കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയും അവിടെ വലിയൊരു അപകടമുണ്ടാവുകയും ചെയ്തു. ഉടനെ തന്നെ ക്രിസ്വോൺ കാറിൽ നിന്നും പുറത്തിറങ്ങി അപകടം പറ്റിയ കാറിന്റെ സമീപത്തേക്ക് പോവുകയും ചെയ്തു. ഉടനെ തന്നെ അപകടം പറ്റിയ കാറിന്റെ സമീപത്തേക്ക് ആ കാറിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം വരികയും ക്രിസ്വോനോട് ദേഷ്യപ്പെടുകയും ചെയ്തു. ക്രിസ്വോൺ ഉടൻ തന്നെ എനിക്ക് പറ്റിയ തെറ്റാണെന്നും ഞാൻ ഈ കാറ് എന്റെ ചെലവിൽ തന്നെ നന്നാക്കി തരാമെന്നും അവരോട് പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ വെച്ചാണ് സിനിമയുടെ നായികയായ ജെസ്സിയെ കാണിക്കുന്നത്. ജെസ്സി ക്രിസ്വോനോട് ദേഷ്യപ്പെടുകയും താൻ ഇനി ഞങ്ങളെ വിട്ട് എങ്ങോട്ടും പോകരുതെന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നും ജെസ്സി ക്രിസ്വോനോട് പറഞ്ഞു. വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ട് ക്രിസ്വോൺ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം സമ്മതിക്കുകയും ചെയ്തു. ഇവർ 6 പേരിൽ 2 പേർ അവിടെ തന്നെ നിൽക്കുകയും ബാക്കി 4 പേർ കാട് കാണുന്നതിനായി പോവുകയും ചെയ്തു. കാട് കാണാൻ പോയ 4 പേരിൽ 2 പേർ കാമുകന്മാരായതുകൊണ്ട് തന്നെ അവരുടെ വെഡ്ഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ച് നടക്കുകയും ചെയ്തു. എന്നാൽ അപകടം പറ്റി നിൽക്കുന്ന സ്ഥലത്തെ 2 പേർ കാമുകന്മാരായതുകൊണ്ട് തന്നെയും അവർ ചുംബനങ്ങളിൽ ഏർപ്പെടുകയും പ്രണയവികാരങ്ങളിൽ അകപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് യുവാവിന് വെള്ളം കുടിക്കുവാൻ തോന്നുകയും കാറിൽ വെള്ളമുണ്ടോ എന്ന് അന്വേഷിച്ച് പോവുകയും ചെയ്തു. കാറിൽ എത്ര അന്വേഷിച്ചിട്ടും വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ അപകടം പറ്റിയ സ്ഥലത്ത് യുവതിയെ നിർത്തിക്കൊണ്ട് ഞാൻ കുടിക്കാൻ വെള്ളം വല്ലതും കിട്ടുമോ എന്ന് അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് യുവാവ് കാട്ടിലേക്ക് നടന്നുപോയി. വെള്ളമന്വേഷിച്ചു പോയ ആളെ ഏറെ നേരമായിട്ടും കാണാത്തത് കൊണ്ട് യുവതി കാട്ടിലേക്ക് നടക്കുകയും ഒരു സ്ഥലത്ത് വെച്ച് അയാളുടെ ചെവി യുവതിക്ക് കാണാൻ ഇടയാവുകയും പെട്ടെന്ന് തന്നെ യുവതി പേടിച്ച് പിന്മാറുകയും ചെയ്തു. തന്റെ കാമുകന്റെ ചെവി കണ്ട് പേടിച്ച് നിന്ന യുവതിയുടെ ബാക്കിൽ നിന്നും ഒരു നരഭോജി വരികയും അവളെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ സംഭവങ്ങളൊന്നും അറിയാതെ ക്രിസ്വോണും കൂട്ടരും കാടിന്റെ മനോഹരമായ കാഴ്ചകൾ കണ്ട് അവിടെ തന്നെ നിന്നു. ക്രിസ്വോണും കൂട്ടരും കാടിന്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടു നിൽക്കുന്ന സമയത്താണ് അങ്ങകലെ ഒരു വീട് കാണുകയും അവർക്ക് ആ വീട്ടിലേക്ക് കയറാൻ ആഗ്രഹമുണ്ടാവുകയും ചെയ്യുന്നു. ഉടനെ തന്നെ ക്രിസ്വോണും കൂട്ടരും ആ പൂട്ടിയിട്ടിരിക്കുന്ന വീടിന്റെ ഉള്ളിലേക്ക് കയറുകയും ആ വീട് ചുറ്റിക്കാണാൻ തുടങ്ങുകയും ചെയ്തു. വീടിന്റെ ഉള്ളിൽ നിരവധി പാത്രങ്ങൾ ചോരയിൽ പുരണ്ടു കിടക്കുന്നതും ഫ്രിഡ്ജിന്റെ അകത്ത് മനുഷ്യന്റെ മാംസത്തോടെ പോലെ തോന്നിക്കുന്ന എന്തോ ഒന്ന് ഉപ്പിലിട്ടതുപോലെ അടക്കി വെച്ചിരിക്കുന്നതായും അവർ കാണാൻ ഇടയായി. അവർ ആ വീട് ചുറ്റിക്കറങ്ങുന്നതിനിടയിലാണ് ആരോ ആ വീട്ടിൽ വന്നതുപോലെ അവർക്ക് തോന്നുകയും 4 പേരും പലയിടങ്ങളിലേക്ക് പോയി ഒളിച്ചിരിക്കുകയും ചെയ്തു. വീട്ടിലേക്ക് കയറിയ ആ നരഭോജിയുടെ കയ്യിൽ അവരുടെ കൂട്ടുകാരിയുടെ ജഡവും ഉണ്ടായിരുന്നു. നരഭോജി ഒരു കട്ടിലേക്ക് ഇരിക്കുകയും ആ ജഡം താഴത്തേക്കിടുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ആ ജഡം കണ്ട് ഞെട്ടിപ്പോയ ക്രിസ്വോണും കൂട്ടരും താങ്കൾ ഒരു പ്രശ്നത്തിൽ തന്നെയാണ് പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുകയും ചെയ്തു. ഉടനെ തന്നെ ആ നരഭോജി കൂട്ടുകാരിയുടെ ശവശരീരമെടുത്ത് വെട്ടി തുണ്ടമാക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ കാഴ്ച കണ്ട് ഒന്നും കരയാൻ പോലും പറ്റാതെ 4 പേരും അവിടെ പേടിച്ച് വിറച്ച് നിൽക്കുകയും ആ നരഭോജി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് മയങ്ങുന്നതിനായി കട്ടിലിൽ വന്ന് കിടക്കുകയും ചെയ്തു. ഈ തക്കത്തിന് ഒരു ശബ്ദം പോലുമില്ലാതെ പുറത്തേക്കിറങ്ങാൻ ശ്രമിക്കുകയും എന്നാൽ എന്തോ ഒന്ന് നിലത്ത് വീഴുകയും നരഭോജി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അവരെ കാണുകയും ചെയ്തു. ഉടനെ തന്നെ ക്രിസ്വോണും കൂട്ടരും ആ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ ആ വീട്ടിൽ നിന്നും ഓടി അവർ എത്തിപ്പെടുന്നത് നരഭോജികൾ കൊണ്ടുതിന്ന നിരവധി ആളുകളുടെ കാറുകൾ കൂട്ടിയിട്ട ഒരു സ്ഥലത്തേക്കാണ്. പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തേക്ക് നരഭോജികൾ വണ്ടിയിൽ വന്നിറങ്ങുകയും അവരെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു. പേടിച്ച് വിറണ്ട ക്രിസ്വോണും കൂട്ടരും പല വഴിക്കായി ഓടുകയും പല സ്ഥലങ്ങളിലായി ഒളിച്ചിരിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഒരു നരഭോജി ക്രിസ്വോന് നേരെ വെടിവെക്കുകയും ക്രിസ്വോന്റെ കാലിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഉടനെ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു യുവാവ് വളരെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോവുകയും ചെയ്തു. ഇത് കണ്ട നരഭോജികളെല്ലാം അയാളെ പിടിക്കുന്നതിനായി അങ്ങോട്ടേക്ക് ഓടിപ്പോവുകയും ഈ സമയത്ത് ഒളിച്ചിരുന്ന 3 പേർ നരഭോജികളുടെ വണ്ടിയെടുത്ത് രക്ഷപ്പെടുകയും ചെയ്തു.
നരഭോജികളുടെ വണ്ടിയുമായി ക്രിസ്ഫോണും കൂട്ടരും കാട്ടിലൂടെ പോകുന്ന സമയത്താണ് തങ്ങളെ രക്ഷിക്കുന്നതിനായി ഓടിയ ആ യുവാവിനെ കാണുന്നത്. കൂട്ടത്തിലുണ്ടായിരുന്ന ആ യുവാവിനെ രക്ഷിക്കുന്നതിനായി വണ്ടി സ്ലോ ചെയ്യുകയും അയാളോട് പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അയാൾ ഓടി വരുന്നതിനിടയിൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു നരഭോജി അയാൾക്ക് നേരെ അമ്പ് ചെയ്യുകയും അയാളുടെ ശരീരത്തേക്ക് അമ്പ് തുളച്ചു കയറി അയാൾ ഉടനെ തന്നെ മരണപ്പെടുകയും ചെയ്തു. യുവാവിന്റെ മരണം നേരിട്ട് കണ്ട വണ്ടിയിലുണ്ടായിരുന്ന യുവതി പൊട്ടിക്കരയുകയും ഉടനെ തന്നെ ക്രിസ്ഫോൺ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാട്ടിലേക്ക് പോവുകയും ചെയ്തു. നേരം സന്ധ്യയായതുകൊണ്ട് തന്നെ അവർ ഒരു മരത്തിന്റെ മുകളിൽ അഭയം പ്രാപിക്കുകയും ആ മരത്തിന്റെ മുകളിൽ കുറച്ചുനേരം വിശ്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ നരഭോജികൾ ആ സ്ഥലം കണ്ടെത്തുകയും അവിടേക്ക് വരികയും ചെയ്തു. അവർ ഒളിച്ചിരിക്കുന്ന മരത്തിന്റെ മുകളിലേക്ക് ഒരു നരഭോജി വരുന്നത് ക്രിസ്ഫോൺ കാണുകയും അവർ ഉടനെ തന്നെ ആ സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ക്രിസ്ഫോണും ജെസ്സിയും മരത്തിന്റെ മറ്റു ചില്ലകളിലേക്ക് മാറിയെങ്കിലും കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യുവതിക്ക് അവരുടെ പിന്നിലൂടെ വരാൻ സാധിക്കാതെ വരികയും അവൾ ഒരു സ്ഥലത്ത് തന്നെ പേടിച്ചു നിൽക്കുകയും ചെയ്തു. എന്നാൽ മരത്തിന്റെ മുകളിൽ പേടിച്ചു നിന്ന യുവതിയുടെ പിന്നിലൂടെ വന്ന ഒരു നരഭോജി അവളെ വെട്ടിക്കൊലപ്പെടുത്തുകയും അവളുടെ ശരീരം ഭാഗികമായി താഴേക്ക് വീഴുകയും ചെയ്തു. എന്നാൽ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായരായി അവർ ആ മരത്തിൽ തന്നെ നിന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ക്രിസ്ഫോണും ജെസ്സിയും ആ നരഭോജിയെ മരത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിടുകയും മരത്തിന്റെ മുകളിൽ നിന്നും വീണ നരഭോജിയെ ബാക്കി വന്ന നരഭോജികൾ അന്വേഷിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ഈ തക്കത്തിന് ക്രിസ്ഫോണും ജെസ്സിയും മരത്തിന്റെ മുകളിൽ നിന്നും ഇറങ്ങി മലയുടെ മുകളിൽ നിന്നും ഒഴുകി വരുന്ന ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുകയും ജെസ്സി തന്റെ മരിച്ചുപോയ കൂട്ടുകാരികളെ ഓർത്ത് വിഷമിച്ച് കരയുകയും എന്നാൽ ക്രിസ്ഫോൺ അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഉടനെ തന്നെ അവർ ആ വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ നിന്നും എഴുന്നേൽക്കുകയും മനുഷ്യവാസമുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കുകയും ചെയ്തു. കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് ക്രിസ്ഫോൺ ഒരു വഴി കാണുകയും ജെസ്സി നമുക്ക് ആ വഴിയിൽ പെട്ടെന്ന് തന്നെ പോകാമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അവിടേക്ക് ഒരു നരഭോജി വരികയും അവരെ ആക്രമിച്ച് ക്രിസ്ഫോനെ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഉന്തിടുകയും ജെസ്സിയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. മലയുടെ മുകളിൽ നിന്നും താഴേക്ക് വീണ ക്രിസ്ഫോന്റെ മുന്നിലേക്ക് ഒരു പോലീസ് വണ്ടി വരികയും അതിൽ നിന്നും പോലീസുകാരൻ പുറത്തേക്കിറങ്ങി കാര്യങ്ങൾ തിരക്കുന്നതിനിടയിൽ അയാളുടെ കണ്ണിലേക്ക് ഒരു നരഭോജി അമ്പെയ്യുകയും അയാൾ ഉടനെ തന്നെ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ പോലീസ് ജീപ്പിനടുത്തേക്ക് ഒരു നരഭോജി വരികയും ആ പോലീസുകാരന്റെ ശവശരീരം പോലീസ് വണ്ടിയുടെ ഡിക്കിയിലേക്ക് ആ ശവശരീരം ഇടുകയും പോലീസ് വണ്ടി സ്റ്റാർട്ടാകുന്ന സമയത്ത് തന്നെ ക്രിസ്ഫോൺ പോലീസ് വണ്ടിയുടെ അടിയിൽ അള്ളിപ്പിടിച്ചിരിക്കുകയും ആ ജീപ്പിൽ തന്നെ യാത്ര തുടങ്ങുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് ജെസ്സിയെ ഒരു കട്ടിലിൽ കെട്ടിയിട്ട നിലയിലാണ് കാണിക്കുന്നത്. ജെസ്സിയെ കെട്ടിയിട്ട സ്ഥലത്തേക്ക് ഒരു നരഭോജി വരികയും അവളെ കൊല്ലാൻ തുടങ്ങുന്ന സമയത്ത് മറ്റൊരു നരഭോജി ജീപ്പിൽ വരികയും പോലീസുകാരന്റെ ശവശരീരവുമായി വീട്ടിലേക്ക് കയറിപ്പോകുന്നു. അങ്ങനെ ഉടനെ തന്നെ ആ രണ്ട് നരഭോജികളും ജെസ്സിയെ കൊല്ലാൻ തുടങ്ങുന്നു. പെട്ടെന്ന് തന്നെ നരഭോജികളുടെ വീടിന് തീപിടിക്കുകയും നരഭോജികൾ തീപിടിച്ച ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ക്രിസ്ഫോൺ ജീപ്പുമായി വന്ന് നരഭോജികളെ ഇടിച്ചു വീഴ്ത്തി അവിടെ വലിയൊരു സംഘട്ടനം തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ആ വലിയ സംഘട്ടനത്തിനൊടുവിൽ ജെസ്സിയും ക്രിസ്ഫോണും ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടുകയും ക്രിസ്ഫോൺ ആ വീടിന് തീ വെച്ച് നശിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് ജെസ്സിയും ക്രിസ്ഫോണും ഒരു കാറിൽ ആ കാട്ടിൽ നിന്നും രക്ഷപ്പെടുന്നതോടുകൂടി ചിത്രം അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും നല്ല വീഡിയോസുമായി വരാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.